ഇല്ലിക്ക, ഒന്ന് രണ്ട് പരിപാടിക്ക് നോക്കുന്നുണ്ട്. അതൊക്കെ അത്രല്ലേ ഉള്ളു ഇക്ക. ചെറിയ ഇൻവെസ്റ്റ്മെന്റ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മള് ചെയ്യൂ. ആ ഇക്ക എന്താണല്ലോ ഒരു കാര്യം ചെയ്യ്, കൊച്ചിക്ക് വരുമ്പോ പറ, നമുക്കൊന്നിരിക്കാം. ഓക്കെ ഇക്ക. ഇക്ക ഇക്ക പറയുവാണേ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പരിപാടി ഒന്നും പിടിക്കാൻ നിൽക്കണ്ടാന്ന്. പറഞ്ഞേ. പിന്നെ അമ്മായിക്കൊരു പരാതി ഉണ്ടെന്ന്. അമ്മായിക്ക് പരാതി ഉണ്ടെന്നാ? എന്ത് പരാതി? അമ്മായിയുടെ മുറി നമ്മള് ഹോം സ്റ്റേ ആക്കിയല്ലോ, അതിന്റെ ചെറിയൊരു പടക്കം. അമ്മായിക്ക് പരാതി ഉണ്ടോ? പരാതി ഉണ്ടോന്ന് ചോദിച്ചാ പരാതി ഉണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നല്ല പരാതി ഉണ്ട് അല്ലേ? പരാതി നമുക്ക് പരിഹരിക്കാം കേട്ടോ. സത്യം പറഞ്ഞ സിദ്ധുവേ, ഇന്നലെ ആ ഗസ്റ്റ് പോകുന്നവരെ മനുഷ്യന് ടെൻഷനായിരുന്നു. ടെൻഷനാ? എന്തിന്? അല്ല, ഇവിടെ എന്ത് പരിപാടി തുടങ്ങിയാലും അത് പൊളിയാറാണല്ലോ പതിവ്. ആദ്യമായിട്ടാണ് ഒരെണ്ണം വിജയിച്ചത്. പടാലും കേശുവാ പറയടാ. ആണോ? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ, ഞാൻ പെട്ടെന്ന് തന്നെ നോക്കാം, സെറ്റ് ചെയ്യാത്. നീ എപ്പോഴാ പടവലത്തുനിന്ന് വരുന്നേ? നാളെയാ? അല്ല, നീയല്ലേ പറഞ്ഞ നീ ഇന്ന് വൈകുന്നേരം എത്തൂന്ന്. എടാ, നീ അത് ഉമേഷ് ചേട്ടനെ ഏൽപ്പിച്ചിട്ട് നീ ഇങ്ങ് വാ. പിന്നെ അത് ചെയ്തിട്ട് വാ. ശരി. ആ, ഇതിനാ ഇപ്പൊ തന്നെ നോക്കാം. ഇല്ല, മറക്കില്ല, ഇപ്പൊ തന്നെ നോക്കാം. ശരി. എന്താ സംഭവം? ഇന്നലെ ഒരു ടീം എൻക്വയറിക്ക് വിളിച്ചില്ലായിരുന്നോ? അവരിതേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല ബുക്കിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഹോം സ്റ്റേ തുടങ്ങി കഴിഞ്ഞ പിന്നെ വെച്ചടി കേറ്റായിരിക്കും. എന്നാ ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞത്. നീ അപ്പൊ പറഞ്ഞത്? ഞാനല്ലേ ഐഡിയ പറഞ്ഞത്. ഐഡിയ പറഞ്ഞത് കേശു എന്നുള്ളവരും നമുക്കൊക്കെ അറിയാം. അത് വിട്. അത് കേശു പറയുന്നതിന് മുന്നേ മനസ്സിലാലോചിച്ച കാര്യമാണ്. ഓ, അങ്ങനെ. എന്തൊക്കെയായാലും എല്ലാം ഒന്ന് നന്നായിട്ട് നടന്നാ മതിയായിരുന്നു. നന്നായിട്ട് നടക്കും അമ്മൂമ്മേ. നമ്മൾ അത്രയും നല്ല ഓഫറിലാണ് കൊടുക്കുന്നത്, പിന്നെ അടുക്കളയും ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രമാ എനിക്കൊരു എതിർപ്പുള്ളത്. ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷെ നമ്മുടെ അടുക്കള അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാ. എന്റെ അമ്മൂമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാർ അടുക്കളയൊക്കെ ഉപയോഗിക്കൂന്ന്? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എല്ലാരും കൂടെ ഗുരുവായൂർ അമ്പലത്തില് തൊഴാൻ പോവാന്ന് വിചാരിച്ചോ. നമ്മൾ ഇതേപോലെ ഒരു ഹോം സ്റ്റേ എടുത്ത് അവര് പറഞ്ഞു അടുക്കള ഉപയോഗിച്ചോളാൻ. നമ്മൾ അപ്പൊ തന്നെ 2 കിലോ അരിയും മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അടുക്കളയിൽ കുക്ക് ചെയ്യാൻ കയറുമോ, അത് അമ്പലത്തിൽ തൊഴാൻ പോവോ? അമ്പലത്തിൽ തൊഴാൻ പോവും, എന്നിട്ട് പുറത്തുനിന്ന് ഭക്ഷണവും കഴിക്കും. അത്രേ ഉള്ളൂ ഇതും. പിന്നെ ഇവിടെ താമസിക്കാൻ വരുന്നവരൊക്കെ വല്ല ജോലിയുടെ ആവശ്യത്തിനോ വല്ല കല്യാണ ആവശ്യത്തിനൊക്കെ വരുന്നവരായിരിക്കുമല്ലോ. അവർ അടുക്കളയിൽ കയറി ഭക്ഷണം കുക്ക് ചെയ്യാൻ നിൽക്കുക. എന്നാ പിന്നെ കുഴപ്പമില്ല. അമ്മൂമ്മ, ഭക്ഷണമേ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതാവുമ്പം അതിൽ നിന്നൊരു വരുമാനം വരുമല്ലോ. അത് കറക്റ്റാണ്. ഇപ്പൊ നാട് ഫുണ്ണൊക്കെ എന്താണ് മാർക്കറ്റ്. പുറത്തൊക്കെ പഴങ്കഞ്ഞിയുടെ റേറ്റ് കേൾക്കണം, നമുക്ക് നല്ല റേറ്റ് ഇട്ട് പിടിക്കാൻ സിദ്ധു. അമ്മായി അങ്ങനെ കഴുത്തറപ്പൻ ബില്ലൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. നോർമൽ ആയിട്ടുള്ള റേറ്റ് ഇട്ട് നമുക്ക് കൊടുക്കാം. എന്നാലും നാട്ടു നടപ്പനുസരിച്ചുള്ള റേറ്റ് ഒക്കെ നമുക്ക് വാങ്ങണം. ഇതാണ് അമ്മയുടെ കുഴപ്പം. എന്റെ അമ്മായി ആദ്യം ഈ പരിപാടി ഒന്ന് ക്ലച്ച് പിടിക്കട്ടെ, എന്നിട്ട് പോരെ ഈ ഭരണപരിഷ്കാരം. നമ്മളൊന്നും മിണ്ടണില്ലേ, നമ്മൾ മിണ്ടിയാ കുഴപ്പം. ഹലോ, അതെ, പാറമട ഹോം സ്റ്റേ ആണ്. ഓ, മാഡം ആയിരുന്നല്ലേ ബുക്ക് ചെയ്തത്? പറഞ്ഞോളൂ മാഡം. ആണല്ലേ? ഇല്ല, നമുക്ക് ഇവിടെ ആക്ച്വലി റൂമൊക്കെ റെഡിയാണ്. അതെ. മാഡം എത്ര മണിക്കായിരിക്കും എത്തുക? ആണല്ലേ? അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കും മാഡം? നമ്മൾ കരുതണോ? ആണല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഇനിയിപ്പോ വഴിയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഗസ്റ്റ് 11 മണിക്ക് എത്തൂന്ന്. ഇതെന്തോ നോക്കി